ഇപ്പൊ പോകുന്നത് ഒരു മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ബോഡിയൊക്കെ ഒന്ന് ഹീലാവാൻ വേണ്ടിയിട്ട്. മീൻസ് കുറേ റെസ്റ്റ് ഇല്ലാത്ത യാത്രയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഹീലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. എന്നും കൂടെ കൂട്ടായിരുന്നു. ഇത് സംസ്ഥാന സമ്മേളനമൊന്നുമല്ലല്ലോ. അപ്പോ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള മസാജാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഒരു ഓപ്പൺ സ്പേസിലാണ് ഈ മസാജ്. അത് മാത്രമല്ല ഒരു വാട്ടർഫോൾ ആണ്. അപ്പൊ എനിക്ക് ആ വാട്ടർഫോളും എക്സ്പ്ലോർ ചെയ്യാം, ആ മസാജും എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ ആക്ച്വലി ഇത് ഓൾറെഡി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചു കണ്ടപ്പോ. അങ്ങനെയാണ് ഞാൻ ഇതെടുത്തത്. എന്തായാലും മസാജ് എല്ലാം ഇങ്ങനെ ഒരു വാട്ടർഫോൾ എന്ന് പറയുമ്പോ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അടിപൊളിയാണ്. സെറ്റപ്പ് ഓക്കെ ആണല്ലോ. അപ്പൊ എന്റെ മസാജിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാണ്. ഇത് ലൈക്ക് ഒരു പ്രൈവറ്റ് മസാജ് അങ്ങനത്തെ സംഭവമാണ്. ലൈക്ക് ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യാം, സിംഗിളായിട്ടാണെങ്കിൽ സിംഗിളായിട്ട് ചെയ്യാം. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് മാത്രമായിട്ടുള്ള മസാജാണ്. കുട്ടിക്കെന്നെ ശരിക്കും അറിയാൻ പാടില്ലാണ്ട. ഞാനൊരു കാര്യം ചെയ്യണോന്ന് തീരുമാനിച്ച അതിന്റെ അവസാനം കണ്ടിട്ട് ഞാൻ പിന്മാറുള്ളൂ. ഞാനിതാ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. അവിടെ എന്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ അടിപൊളി ഫീലാണ്. കാരണം ഈ ഒരു സാധനമൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കേൾക്കാം, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. അപ്പൊ അവിടെയാണ് അവിടെ പോയി കിടത്തും. അവിടെ നിന്നാണ് ചെയ്യുന്നത്. കണ്ടോ എന്ത് ജന്തുക്കളത്. അവരുടെ ബോഡിയൊക്കെ നോക്ക്, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നീ ഒന്നും പണയണ്ട. ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അവര് നമ്മളുടെ കൈയെല്ലാം പിടിച്ച് കൊണ്ടുപോട്ടോ. ഇവിടെ ഇങ്ങനെ വലിയ സൈസൊക്കെ ഉള്ള ആൾക്കാരാണ് വന്നിട്ട് ഇങ്ങനെ മസാജൊക്കെ ചെയ്യുന്നത്. പൂവർ ബഗേഴ്സ്, മലയാളീസിനെ വില കളയാൻ. അതെ, ഒരു മാസം പണിയെടുപ്പിച്ച് വിട്ടാൽ മതി. അരിയാട്ടാനും വെള്ളം കോരാനൊക്കെ പറ്റും. കാരണം കിടക്കുന്നതിന് മുന്നേ കാലിൽ മൊത്തം ചെളിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരത് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളെ കിടത്തുന്നത്. ആണുങ്ങളായാലേ അല്പ സ്വല്പം നാണോ മാനൊക്കെ വേണം. ഇതിന് ആനേനെ എഴുന്നള്ളിക്കുന്ന ചെയ്യുമ്പോൾ പോലെയുണ്ട്. ഇല എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആക്കുന്നു. എല്ലാം ഒരു നിമിത്തമാണെന്ന് ഞാൻ പറയൂ. അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു. കേട്ടാ, ഈ മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. ആക്ച്വലി ഞാൻ വോയിസ് ഓവർ ചെയ്താണ്ടാണ് ഇരിക്കുന്നത്. കാരണം ആ സമയത്ത് ഞാൻ പകുതിയും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അത്രയും നമുക്ക് ആ ഒരു റിലീഫ് കിട്ടും. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം നമ്മൾ അറിയാണ്ട് നമ്മൾ ഉറങ്ങിപ്പോവും. കാരണം കുറേ നേരം നമ്മൾ ഒരേപോലെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. കുറേ നാള് ബാക്ക് പാക്കൊക്കെ ഇട്ട് നടന്നതല്ലേ. അപ്പൊ ഷോൾഡറിനൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു, ബാക്ക് പെയിൻ. പണത്തിനോട് ആർത്തി തോന്നുമ്പോൾ മനുഷ്യന് ബുദ്ധിഭ്രമം സംഭവിക്കും. അപ്പോൾ മസാജൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റിലീഫ് ഫീൽ ചെയ്യും കേട്ടോ. അതിനാണ് ഈ മസാജൊക്കെ ചെയ്യുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡും ആണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവരുടെ ശരീരമൊക്കെ കാണുമ്പോൾ വിചാരിക്കും തീരെ സോഫ്റ്റ് അല്ല എന്നുള്ളത്. പക്ഷെ സോഫ്റ്റ് ആണ്. ഞാൻ പൊതുവരെ അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. പൊതുവെ ഞാൻ ചെയ്തിട്ടുള്ള മൊത്തം പെൺകുട്ടികളെ വെച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് ഒരു ആൺകുട്ടിയെ വെച്ച് അങ്ങനെ മസാജ് ചെയ്യുന്നത്. പ്രായം നോക്കുകയാണെങ്കിൽ 2 കുട്ടികളായിട്ട് കഴിയേണ്ട സമയമായി. വിഷമിക്കണ്ട, മോളുടെ കാര്യം കുഞ്ഞുട്ടേട്ടനെ ഏറ്റു.